ഹലോ ഗായ്സ്, ടുട്ടു ആണ്. സോ ഞാൻ എൻ്റെ വിസ റിജക്ഷനെ പറ്റിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഞാൻ 2024 ജൂലൈ 11ന് എൻ്റെ വിസ വെച്ചിട്ടുണ്ടായിരുന്നു ആപ്ലിക്കേഷൻ. അതെനിക്ക് റിജക്റ്റ് ആയി വന്നത് കറക്റ്റ് ഓഗസ്റ്റ് 12നാണ്. അപ്പോൾ അത് റീസൺസ് ഞാൻ ഇതിൻ്റെ അകത്ത് ബ്രീഫായിട്ട് പറയുന്നുണ്ട്. സെക്കൻഡ് ടൈമും ഞാൻ വെച്ച് ഒരു മാസത്തിനകത്ത് എനിക്ക് വിസ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കുന്നതാണ് എത്ര ടൈം പ്രോസസ്സിങ്ങിന് എടുക്കുമെന്ന്. 1 മാസം തൊട്ട് 3 മാസം വരെ എടുക്കുന്ന കേസുകളുണ്ട്. ഈ 3 മാസം വരെ എടുക്കുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലാണ്. സോ മാക്സിമം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഡോക്യുമെന്റ്സും ഗ്യാദർ ചെയ്ത് ഒന്നുകൂടെ റീചെക്ക് ചെയ്തിട്ട് വെക്കാൻ നോക്കുക. അപ്പം മാക്സിമം ഒരു 1 മന്ത് 1.5 മന്തിൽ കിട്ടും നിങ്ങൾക്ക്. അപ്പം എൻ്റെ വിസ റിജക്റ്റ് ആയതിൻ്റെ റീസൺ വന്നിട്ടുണ്ടായിരുന്നത് റീസൺ ഓഫ് ഇൻറ്റൻഡന്റ് സ്റ്റേ വാസ് നോട്ട് റിലയബിൾ ഇതായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് മൊത്തത്തിൽ എൻ്റെ എല്ലാ ഡോക്യുമെന്റ്സും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന SOP എനിക്ക് അറിയുന്നൊരു ചേട്ടൻ, ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ തന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ SOPയിൽ ഞാൻ ജസ്റ്റ് എൻ്റെ പേര്, എൻ്റെ അക്കാഡമിക് ഡീറ്റെയിൽസ് ഒക്കെ എഡിറ്റ് ചെയ്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ അവരുടെ ഏജൻസി എല്ലാം കൊടുക്കുന്ന SOP ജസ്റ്റ് എഡിറ്റ് ചെയ്ത് വെക്കും. പക്ഷേ മാൾട്ടയിൽ അവർ SOP അത്യാവശ്യം നന്നായിട്ട് ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ SOP നല്ല സ്ട്രോങ് ആയിരിക്കണം. അതേപോലെ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരും. നമ്മൾ ഇവിടെ പഠിക്കുന്നതെന്ന് വെച്ചാൽ നാട്ടിലേക്ക് തിരിച്ചു വന്ന് എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ഒരു ജോബ് ചെയ്യാനോ ആണെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മുടെ SOPയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം ഇല്ല, നമ്മൾ ഇവിടെ നിൽക്കും എന്നുള്ളൊരു ഇത് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരപ്പോഴേ റിജക്ഷൻ അടിച്ച് വിടും. അതിപ്പം മാൾട്ടയുടെ കേസിൽ മാത്രമല്ല, ഏത് ഷെങ്കൻ കൺട്രി ആയാലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് റാൻഡം റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ ഇതാണ് അവർ വെക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് അത് ശ്രദ്ധിച്ച് SOP കറക്റ്റായിട്ട് വെക്കുക. പിന്നെ നമ്മുടെ ഫണ്ട് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഇപ്പം പാരൻസ് ആണ് സ്പോൺസർ എങ്കിൽ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുത്ത് വെക്കുക. പിന്നെ അതേപോലെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇപ്പം ഫാദർ ആണ് സ്പോൺസർ എന്നുണ്ടെങ്കിൽ ഫാദറിൻ്റെ ID പ്രൂഫ്സ് കാര്യങ്ങൾ അതെല്ലാം വെക്കുക. പിന്നെ നോട്ടറി ചെയ്ത പേപ്പർ അത് കറക്റ്റായിട്ട് വെക്കുക. പിന്നെ എല്ലാം ലാസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം വെക്കാൻ. നിങ്ങൾ തന്നെ നിങ്ങളുടെ SOP കാര്യങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഒന്നും കൂടെ എല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ CV-യും വെക്കുമ്പോൾ നിങ്ങളുടെ റെക്കമെൻഡേഷൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം CV-യിൽ കറക്റ്റായിട്ട് കൊടുത്ത് അവരുടെ മെയിൽ ID-യും നമ്പറും എല്ലാം വെച്ചിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആവും നിങ്ങളുടെ ഒരു പ്രൊഫൈല്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം എനിക്ക് വരുന്ന സജഷൻസ് അനുസരിച്ചാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ അല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് ഗ്യാദർ ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഇതേപോലത്തെ വീഡിയോസിന് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.